കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആവറേജ് വാല്യൂവിൻ്റെ ഡെറിവേഷനാണ് പഠിച്ചത്. അപ്പോൾ ആവറേജ് വാല്യൂവിൻ്റെ ഡെറിവേഷൻ നമ്മൾ പഠിച്ചു, എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുമെന്ന് പഠിച്ചു. ഒരു സിൻസോയിഡൽ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 2Vm, അതായത് 2 ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ പൈ ആണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇത്രയായിരുന്നു കഴിഞ്ഞ സെഷനിൽ നോക്കിയിരുന്നത്. ഇനി ഈ ആവറേജ് വാല്യൂ എന്ന് പറയുന്നതിൻ്റെ മീനിങ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്ന രീതിയിൽ അതിൻ്റെ മീനിങ് എന്താണെന്നാണ് നമ്മൾ ഈ സെഷനിൽ ആദ്യം തന്നെ പഠിക്കുന്നത്. ഓക്കെ, എന്താണ് ആവറേജ് വാല്യൂ, എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്, എന്താണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അതിൻ്റെ റിലവൻസ്. അപ്പോൾ അതാദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം, അതിനുശേഷം നമുക്ക് അതിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. സോ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആവറേജ് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദാറ്റ് സ്റ്റഡി കറണ്ട് എന്ന് പറഞ്ഞാൽ DC കറണ്ട്, ദാറ്റ് സ്റ്റഡി കറണ്ട് വിച്ച് ട്രാൻസ്ഫേഴ്സ് അക്രോസ് എനി കറണ്ട് ദ സെയിം ചാർജ് ആസ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ദാറ്റ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഡ്യൂറിങ് ദ സെയിം ടൈം എന്ന് പറഞ്ഞാൽ, അതിനെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണോ ആ ആവറേജ്, ഈ കേസിൽ കറണ്ടാണ് ആ ആവറേജ് കറണ്ട് കിട്ടിയത്, അത്രയും കറണ്ട് പാസ് ചെയ്യുന്ന ഒരു DC കറണ്ട് സോഴ്സ് എടുത്താൽ അപ്പോൾ അത് സെയിം എമൗണ്ട് ഓഫ് ചാർജ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. നമുക്ക് കൂടുതൽ ഇൻഡെപ്ത് പോയി നോക്കാം. സപ്പോസ് ഇതാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ വേവ് ഫോം. ഓക്കെ, അപ്പോൾ I എന്നാണ് Y ആക്സിസ്, ടൈം T ആണ് X ആക്സിസ്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ IM. അപ്പോൾ നമുക്കറിയാം, സപ്പോസ് ഇങ്ങനെ ഒരു ആൾട്ടർനേറ്റിംഗ് സോഴ്സാണ്, ഇവിടെ ഒരു ലോഡ് ഉണ്ട്. ഓക്കെ, ഇതൊരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് സപ്ലൈ ചെയ്യുന്ന ഒരു സോഴ്സാണ്, വോൾട്ടേജ് സോഴ്സാണ്. അപ്പോൾ ഇതിലൂടെ പോകുന്ന കറണ്ട് I ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ടൈമിൽ 0 to T/2 എന്നുള്ള ഈ ഒരു ടൈം പീരീഡിൽ എത്രത്തോളം ഇതിലൂടെ ചാർജ് പാസ് ചെയ്തു എന്ന് നമ്മൾ മെഷർ ചെയ്തു. ഇവിടെ ഒരു മെഷറിംഗ് ഡിവൈസ് ഒക്കെ വെച്ചിട്ട് ഇതിലൂടെ എത്ര ചാർജ് പാസ് ചെയ്തു ഏത് ഡ്യൂറിങ് 0 to T/2 എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടൈമിൽ എത്രത്തോളം ചാർജ് പാസ് ചെയ്തു എന്ന് നമ്മൾ നോക്കി. അതിൻ്റെ വാല്യൂ Q എന്ന് കിട്ടി, ക്യാപിറ്റൽ Q. ഓക്കെ, നമ്മൾ അതിനുശേഷം ഈ കറണ്ടിൻ്റെ ആവറേജ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു. ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 2Im ഡിവൈഡഡ് ബൈ പൈ ആയിരിക്കും. നമ്മളിതിൻ്റെ ഡെറിവേഷൻ ഓൾറെഡി ചെയ്തു. 2Im ഡിവൈഡഡ് ബൈ പൈ ആയിരിക്കും. അതിനുശേഷം നമ്മൾ സെയിം ലോഡ് തന്നെ യൂസ് ചെയ്യുന്നത്, സെയിം ലോഡ് തന്നെയാണ്. പകരം ഇവിടെ AC സോഴ്സിന് പകരം ഇവിടെ ഒരു DC സോഴ്സ് വെച്ചു. ഈ DC സോഴ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത്, നമ്മൾ ഈ DC സോഴ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിലൂടെ പോകുന്ന കറണ്ട് 2Im ഡിവൈഡഡ് ബൈ പൈ എന്നാക്കി. 2Im ഡിവൈഡഡ് ബൈ പൈ എന്നാക്കി. ഈ DC സോഴ്സ്, ഇത് ആക്ച്വലി വോൾട്ടേജ് സോഴ്സ് അല്ല, ഇതൊരു നോർമൽ ബാറ്ററി അല്ല, ഇതൊരു കറണ്ട് സോഴ്സാണ് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്തോ. ഈ കറണ്ട് സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 2Im ഡിവൈഡഡ് ബൈ പൈ ആണ്. ഇത് DC ഡയറക്റ്റ് കറണ്ട് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് I എന്ന് പറഞ്ഞിരിക്കുന്നത്, സ്മോൾ Im sin omega t എന്ന് പറഞ്ഞിരിക്കുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് ഈ ആദ്യത്തെ സർക്യൂട്ടിൽ പാസ് ചെയ്യുന്നത്. നമ്മളവിടെ എത്ര ചാർജ് പോകുന്നുണ്ട് നോക്കി. 0 to T/2 0 തൊട്ട് T/2 വരെ
എത്ര കറണ്ട്, എത്ര ചാർജ് പാസ് ചെയ്തു നോക്കി, ഒരു മെഷറിംഗ് ഡിവൈസ് വെച്ച് എത്ര ചാർജ് പാസ് ചെയ്യുന്നുണ്ട് നോക്കി. അതിനുശേഷം സെയിം ലോഡ് തന്നെ നമ്മളൊരു ഡി സി സർക്യൂട്ടിൽ വെച്ചു. ഇവിടെ ഡി സി കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ആ ഡി സി കറണ്ട് എന്ന് പറയുന്നത് 2Im ഡിവൈഡ് ബൈ പൈ എന്ന് പറഞ്ഞിരിക്കുന്ന ഡി സി കറണ്ടാണ് ആ ലോഡിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. ആ കേസിലും നമ്മൾ 0 to T/2 എത്ര ചാർജ് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്ന് മെഷർ ചെയ്തു. ആ കേസിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവിടെയും ചാർജ് Q തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആവറേജ് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദാറ്റ് സ്റ്റഡി കറണ്ട് എന്ന് പറഞ്ഞാൽ ഡി സി കറണ്ട് വിച്ച് ട്രാൻസ്ഫേഴ്സ് അക്രോസ് എനി കറണ്ട് ദ സെയിം ചാർജ് ആസ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ദാറ്റ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഡ്യൂറിങ് ദ സെയിം ടൈം. ഇത് നിങ്ങൾക്ക് അസൈൻമെൻറ്റിൽ തന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. An alternating current is given by I is equal to 140 sin 340t. Find the average value. ഇതിൽ ആദ്യത്തെ പോർഷൻ ആവറേജ് വാല്യൂ ചോദിച്ചുകൊണ്ടുള്ള ഒരു പോർഷൻ ആണ്. അത് നിങ്ങൾക്ക് ആ സമയത്ത് അസൈൻമെൻറ്റ് തരുന്ന സമയത്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ അത് എവിടെയൊക്കെ റെഫർ ചെയ്തിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ BC സെഷൻസ്, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, ടൈം പീരീഡും, ഇത് ഈ ബിയും സിയും നിങ്ങൾക്ക് ഓൾറെഡി ചെയ്യാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആവറേജ് വാല്യൂ എത്രയാണെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ 140 sin 314t ആണ്. ഓക്കെ, 140 sin 340t ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആവറേജ് വാല്യൂ കാണാനാണ്. സോ ഐ ആവറേജ്, കറണ്ടിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ഇതൊരു സൈൻസോയിഡൽ വേവ് ആണ്. സൈൻസോയിഡൽ സിഗ്നലിൻ്റെ അല്ലെങ്കിൽ സൈൻസോയിഡൽ ക്വാണ്ടിറ്റിയുടെ ആവറേജ് വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. 2 into IM എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 140 ഡിവൈഡഡ് ബൈ പൈ ചെയ്താൽ മതി. അതായത് 280 ഡിവൈഡഡ് ബൈ പൈ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, നമ്മൾ RMS വാല്യൂ ആണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് ആവറേജ് വാല്യൂ ആണ്. ആവറേജ് വാല്യൂവിൻ്റെ കേസിൽ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരു ഫുൾ ടൈം പീരീഡിൽ നമ്മൾ ആവറേജ് വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ അത് 0 ആയിരിക്കും എല്ലാ ടൈമിലും കിട്ടുക. നമ്മൾ പൊതുവേ നമ്മുടെ AC ആൾട്ടർനേറ്റിംഗ് കറണ്ടോ അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ കേസിൽ ആവറേജ് വാല്യൂവിനെക്കാട്ടി ഉപരി നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് RMS വാല്യൂ ആണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ 230 വോൾട്ട് ആണ് വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നുണ്ട്. 230 വോൾട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. അതെന്ന് പറയുന്നത് 230 വോൾട്ട് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്, സിനുസോയിഡൽ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ല പറയുന്നത്, പകരം അതിൻ്റെ RMS വാല്യൂ ആണ് ഈ 230 എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ നമ്മൾ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസിൻ്റെ കേസിൽ RMS വാല്യൂ ആണ് ഉപയോഗിക്കുക. എന്താണ് RMS എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ R എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ. റൂട്ട് മീൻ സ്ക്വയർ അതിൻ്റെ ഷോർട്ട് ഫോമാണ് RMS. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് തന്നെ RMS എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കാം. നമുക്കറിയാം വോൾട്ടേജിൻ്റെ ഇക്വേഷൻ VM സൈൻ ωt ആണ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് റൂട്ട് മീൻ സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ നമ്മൾ ഏതാണോ ക്വാണ്ടിറ്റി അതിൻ്റെ സ്ക്വയറിൻ്റെ മീൻ കാണുക, ആ മീനിൻ്റെ റൂട്ട് കാണുക. ഓക്കെ, സോ നമുക്ക് VRMS, പൊതുവെ RMS വാല്യൂവിനെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്യാപിറ്റൽ V എന്ന് ഡിനോട്ട് ചെയ്യുന്നു. V = സ്ക്വയർ ചെയ്യണം. അപ്പോൾ V സ്ക്വയർ, അതിനുശേഷം സ്ക്വയറിൻ്റെ മീൻ കാണണം. അപ്പോൾ മീൻ കാണാൻ എന്താ വേണ്ടത്? മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് വാല്യൂ, നമ്മൾ തൊട്ട് മുമ്പേ കണ്ടത്. ആവറേജ് വാല്യൂ കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നമ്മൾ ആവറേജ് വാല്യൂ കാണുന്ന സമയത്ത് 0 to T/2 ആണ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഉള്ള
ഏരിയ തന്നെയായിരിക്കും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ, അപ്പോൾ രണ്ടും കൂടി ക്യാൻസൽ ആയി പോകും. ഈ കേസിൽ നെഗറ്റീവ് ഉള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ പോസിറ്റീവ് ആവും. കാരണം എന്താ, വി സ്ക്വയർ ആണ് നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ സ്ക്വയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ -1 ആണെങ്കിൽ അത് -1 × -1 1 ആയിട്ടുണ്ടാവും. -2 ആണെങ്കിൽ -2 × -2 4 ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 0 to t/2 വരെ എടുക്കണമെന്നില്ല, നമുക്ക് 0 to t വരെ എടുത്താലും RMS വാല്യൂ ഒരിക്കലും 0 ആയി പോവില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്ക്വയർ ചെയ്തു. ഇനി അതിൻ്റെ ആവറേജ് കാണണം. ആവറേജ് എങ്ങനെ കാണാം? 0 to t v സ്ക്വയർ ഡിവൈഡഡ് ബൈ t കണ്ടാൽ മതി, വിത്ത് റെസ്പെക്ട് ടു dt. t ചെയ്താൽ 0 to ഒരു ടൈം പീരീഡിൽ സ്ക്വയർ മീൻ കണ്ടു. ഇനി ബാക്കിയുള്ളത് എന്താ, റൂട്ടാണ് അല്ലേ. ഒരു റൂട്ടും കൂടി ചെയ്യാം. ഇതാണ് RMS വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളിത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ആംഗിൾ ആയിട്ടും ചെയ്യാം. അതെങ്ങനെ ചെയ്യാം? ഇവിടെ ω/t പകരം നമ്മൾക്ക് സൈൻ തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, വേർ തീറ്റ ഈക്വൽ ടു ω/t. അപ്പോൾ v എന്ന് പറയുന്നത്, RMS വാല്യൂ എന്ന് പറയുന്നത് സ്ക്വയർ മീൻ എന്ന് പറഞ്ഞ ആവറേജ്. സോ വിത്ത് റെസ്പെക്ട് ടു ടിക്ക് പകരം വിത്ത് റെസ്പെക്ട് ടു തീറ്റ 0 to π വരെ വേണമെന്നില്ല, നമുക്ക് 2π വരെ എടുക്കാം, ഫുൾ സൈക്കിൾ എടുക്കാം, 2π വരെ ഡിവൈഡഡ് ബൈ, നമ്മളിപ്പോൾ ഇങ്ങനെയാണ് വേവ് ഫോം വരിക, 0 to π, നമ്മൾ 0 to 2π വരെ എടുത്തു. അപ്പോൾ അതിൻ്റെ ആവറേജ് കാണുമ്പോൾ ഡിവൈഡഡ് ബൈ 2π തന്നെ ചെയ്യണം. നമ്മൾ 0 to π വരെ എടുത്താലാണ് ഡിവൈഡഡ് ബൈ π ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 0 to 2π വരെ എടുത്തുകൊണ്ട് ഡിവൈഡ് ബൈ 2π ചെയ്യണം. സ്ക്വയറായി, മീനായി. ഇനി ബാക്കിയുള്ളത് റൂട്ടും കൂടി ചെയ്യാം. ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. സോ ക്യാപിറ്റൽ V ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 0 to 2π. V എന്ന് പറയുന്നത് VM സ്ക്വയർ, V സ്ക്വയർ എന്ന് പറയുമ്പോൾ VM സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു d തീറ്റ ഡിവൈഡഡ് ബൈ 2π. ഇതിൽ കോൺസ്റ്റൻസ് ഒക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ VM സ്ക്വയർ എന്നുള്ളത് നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുക്കാം. അവിടുന്ന് എഗെയിൻ ഈ സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തേക്കും കൂടി എടുത്താൽ VM ആവും. ഓക്കെ, ഈ 2π എന്നുള്ളത് പുറത്തേക്ക് എടുത്താൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, റൂട്ട് 2π എന്ന് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബാക്കി എന്താ ഉണ്ടാവുക, റൂട്ട് ഓഫ് integral of 0 to 2π sin square theta into d theta. Sin square theta 1 minus cos 2 theta divided by 2 എന്ന് എഴുതാം. 1 minus cos 2 theta divided by 2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ VM divided by root 2π square root of integral 0 to 2π 1 minus cos 2 theta divided by 2 into d theta. ഓക്കെ, ഇതിൽ ഈ 2 കോൺസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ ഇതിനെ പുറത്തേക്ക് എടുക്കാമല്ലോ. പിന്നെ ഈ സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തേക്കും കൂടി എടുത്താൽ VM ഡിവൈഡ് ബൈ, ഇവിടെ ഓൾറെഡി റൂട്ട് 2 ഉണ്ട്, ഒരു റൂട്ട് 2 കൂടി വരും. സോ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2 ഇൻറ്റു റൂട്ട് π സ്ക്വയർ റൂട്ട് ഓഫ് ഇൻ്റഗ്രൽ 0 to 2π 1 മൈനസ് cos 2 തീറ്റ ഇൻറ്റു d തീറ്റ. ഇനി ഇൻ്റഗ്രേഷൻ ചെയ്യാം.
Vm 2 root pi square root of 1 into integration theta minus cos 2 theta into integration sin 2 theta. കഴിഞ്ഞില്ല. ഇവിടെ തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 തീറ്റ എന്ന് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2 വേണ്ടി വരും. അതിനുശേഷം ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് 0 to 2π. ഞാൻ ഈ സെഷൻ റബ്ബ് ചെയ്യാണ്. നമ്മൾക്കിനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഈക്വൽ ടു Vm ഡിവൈഡ് ബൈ 2 root pi square root of upper limit തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. upper limit 2π, lower limit 0. so 2π minus cos sin 4π divided by 2 minus sin 0 divided by 2. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ഇങ്ങനെയല്ലേ വരിക? ഓക്കെ, ഇസ് ഈക്വൽ ടു Vm by 2 root pi square root of 2π. ഈ സൈൻ 4π എന്ന് പറഞ്ഞാൽ സൈൻ 720 വരും. സൈൻ 720 ഡിഗ്രി. അപ്പോൾ സൈൻ 4π എന്ന് പറയുന്നത് 0 ആണ്. ഇത് 0 ആയി പോവും. സൈൻ 0 എന്ന് പറയുന്നത് അഗൈൻ 0 ആണ്. അപ്പോൾ ഇതും 0 ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് Vm ഡിവൈഡഡ് ബൈ 2 റൂട്ട് പൈ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2π കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു Vm ഡിവൈഡഡ് ബൈ 2 റൂട്ട് പൈ ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് പൈ. ഇതും ക്യാൻസലായി പോവും. റൂട്ട് 2 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് Vm ഡിവൈഡഡ് ബൈ റൂട്ട് 2. സോ RMS വാല്യൂ ഓഫ് സിനുസോയിഡൽ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് Vm ഡിവൈഡഡ് ബൈ റൂട്ട് 2 ആണ്. ഇനി ഇത് സിനുസോയിഡൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ Im ഡിവൈഡഡ് ബൈ റൂട്ട് 2 ആവും.